നമസ്കാരം, എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗഭാഗ്യവും സൗന്ദര്യവുമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. വാക്കുകളിലും പ്രവൃത്തികളിലും ഇവർ തികഞ്ഞ കുലീനത പുലർത്താറുണ്ട്. ആകൃതിയിലും ഈ സ്ഥിതിവിശേഷം കാണാൻ കഴിയും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അന്യ ആളുകളുടെ കഷ്ടപ്പാടുകളിൽ അനുകമ്പയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. പരസഹായം നന്നായി ചെയ്യുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. സുഖമായ ഭക്ഷണ രീതിയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിൽ ഇവർക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല. ഗുരുഭക്തി, ഈശ്വരഭക്തി ഇവ രണ്ടും ഇവർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നു. തിരുവോണ നക്ഷത്രക്കാരിൽപ്പെട്ടവർ ചിലർക്ക് പൊക്കക്കുറവ് കാണാറുണ്ട്. അധികം സംസാരിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ചിലർക്ക് വിശാലമായ മാറിടവും മുഖത്തോ തോളിലോ മറുകും കാണപ്പെടാറുണ്ട്. ഈ നക്ഷത്രക്കാർ സത്യത്തെ ബഹുമാനിക്കുന്നവരാണ്. ശാന്തമായ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും ഇവരെ ജനങ്ങളിലേക്ക് നന്നായി അടുപ്പിക്കാറുണ്ട്. ഇവരുടെ ചിരിക്ക് ഒരു വശ്യത കാണാറുണ്ട്. പൊതുജനങ്ങളുടെ സ്നേഹവിശ്വാസങ്ങൾ സമ്പാദിക്കാൻ ഇവർക്ക് നന്നായി കഴിയാറുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ പ്രവേശിച്ചാൽ അതിൽ കുറേ വിജയവും നല്ല സ്ഥാനവും ഇവർ കരസ്ഥമാക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്ന ഒരു സമ്പ്രദായം കാണാറുണ്ട്. സത്യധർമാദികളെ കൈവിടാത്തവരും തികഞ്ഞ ഈശ്വരാധീനമുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ. തിരുവോണ നക്ഷത്രക്കാരിൽ ചിലർക്ക് വിദ്യാഭ്യാസം കുറവായി കാണപ്പെടാറുണ്ട്. എങ്കിലും ലോകപരിചയവും വിജ്ഞാന സമ്പാദനത്തിലും ഇവർ മുൻപന്തിയിലാണ് കാണപ്പെടുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ടാകാറുണ്ട്. അധികാരസ്ഥാനം ലഭിച്ചാൽ അതിൽ ശോഭിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് പല ഭാരങ്ങളും ചുമതലകളും വഹിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവിനൊത്തവണ്ണം സാമ്പത്തികമായി ഉയർച്ച കിട്ടാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയാറില്ല. നിർബന്ധ ബുദ്ധിയും വൈരാഗ്യ ബുദ്ധിയും ഇവർക്ക് കുറച്ച് കൂടുതലാണ്. കൂടാതെ ഒരു ഗർവ മനോഭാവം ഈ നക്ഷത്രക്കാരിൽ കാണാൻ കഴിയും. തൃപ്തികരമായ ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുണ്ടാവുക. ഇവരുടെ ഭാര്യമാർ ഗ്രഹഭരണ കുശലതയുള്ളവരും ലളിതമായ ഹൃദയമുള്ളവരുമാണ്. 30 വയസ്സുവരെ പലവിധ പരിവർത്തനങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. 30നും 46നും ഇടയിൽ ഇവർക്ക് പലതും നേടാൻ കഴിയും. 65 വയസ്സിനു മേൽ വലിയ പുരോഗതിയാണ് ഇവർക്ക് കാണാൻ കഴിയുക. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. ഈ സ്ത്രീകൾക്ക് സൗന്ദര്യവും കലാബോധവും കൂടുതലുള്ളവരായിരിക്കും. ഇവർ കുടുംബത്തിന് അലങ്കാരമായിട്ടാണ് കാണപ്പെടുന്നത്. സത്യവും എപ്പോഴും സന്തോഷമുള്ള ഒരു മുഖഭാവവുമാണ് ഈ സ്ത്രീകളിൽ കാണാൻ കഴിയുക. പരോപകാരം ഇവരിൽ കാണാറില്ല. സന്താന സൗഭാഗ്യം ഉള്ളവരാണിവർ. വിദ്യാഭ്യാസമുള്ളവരും ഏത് ജോലിയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഇവരുടെ ദശാനാഥൻ ചന്ദ്രൻ. ഇനി ഈ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം നോക്കാം. തിരുവോണം, രോഹിണി, അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, മറ്റ് പൂജാതി കാര്യങ്ങൾ ഇവ നടത്തുന്നത് ഉചിതമാണ്. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ്. ജാതകത്തിൽ ചന്ദ്രനെ ബലമുള്ളതാണെങ്കിൽ ദുർഗാദേവി ഭജനവും ചന്ദ്രന് ബലമില്ലെങ്കിൽ ഭദ്രകാളി ഭജനവും ഉത്തമമായി കാണുന്നു. രാശ്യാധിപൻ ശനിയാണ്. ശനിയെ പ്രീതിപ്പെടുത്തുന്നതും ഉചിതമാണ്. ശനിയാഴ്ച വ്രതം, ശാസ്താഭജനം, ശനീശ്വര പൂജ, അന്നദാനം തുടങ്ങിയ തിരുവോണ നക്ഷത്രത്തിൽ നടത്തുന്നത് വളരെ ഉചിതമായിട്ട് കാണപ്പെടുന്നു. വെള്ള, കറുപ്പ് നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായി കാണുന്നു. നക്ഷത്രാധിപൻ വിഷ്ണുവാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുരങ്ങ്, വൃക്ഷം എരിക്ക്, ദേവഗണം പക്ഷി കോഴി, ഭൂതം വായു. ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ശനീശ്വര നാമം ജപിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉചിതമാണ്. ഓം ശനീശ്വരായ നമഃ, ഓം ശാന്തായ നമഃ എന്നീ മന്ത്രങ്ങൾ ധാരാളം ദിവസം ചൊല്ലുന്നത് ഇവർക്ക് അനുകൂലമായി കാണാറുണ്ട്. അടുത്ത ദിവസം അവിട്ട നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.